ഹായ് വൈകുന്നേരത്ത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്നാക്ക് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു 3-4 ചേരുവ മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml അളവ് കപ്പാണ്. അപ്പോൾ നിങ്ങൾ അളക്കുന്ന ഏത് ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. ചൂടായി വന്നിട്ടുണ്ട്. ഇനി അത് മെൽറ്റ് ആവാനായിട്ട് അടുപ്പത്തൊരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ചോറായാലും, ഇപ്പോൾ മട്ട റൈസിൻ്റെ ചോറായാലും മതി, ഏത് ചോറായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നിങ്ങളുടെ മിക്സി അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക. ഇതേപോലെയാണ് വേണ്ടത്. അപ്പോഴത്തേക്ക് ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ മൈദാമാവ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഇത് ഒരു നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് കോൺഫ്ലവർ നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ ആ ഒരു പേസ്റ്റ്. ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നീട് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുവരെ ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടവിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തിക്കാവാൻ തുടങ്ങും. നമ്മളിതിൽ ചോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്കുള്ള മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ശർക്കരയുടെ അളവ് ഒരു 1/4 കപ്പ് കൂടെ അധികത്തിൽ എടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതൊരു സൈഡിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് ക്യാരമലാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കിന് ഒരു നല്ലൊരു ടേസ്റ്റും പിന്നെ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടാണ് ഇതേപോലെ ആക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ക്യാരമൽ കൂടുതലായിട്ട് കളറ് മാറിപ്പോരുത്, അതുപോലെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഇത് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ആകാനുള്ള പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് കാഷ്യൂനട്ടും കുറച്ച് വെളുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഇതൊന്ന് നിരത്തി കൊടുക്കണം. ഒരു നെയ്യ് തടവിയിട്ടുള്ള കുറച്ച് നെയ്യുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നെയ്യ് വേണ്ട, ആ സ്പൂണിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ പാകം അനുസരിച്ചിട്ട്, മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം മധുരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്